ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി റിലീസ്ഡ് ആയിട്ടുള്ള ഗോഡ് ഹസ് ബ്ലെസ് യു ഫ്രം ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ് BL സീരീസാണ്. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം, കാരണം ട്രെയിലർ വന്നപ്പോൾ തന്നെ അത്രയും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ്. പ്രത്യേകിച്ച് ഞാൻ പോലും കെംജീര കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിതാ വേറെ ഹൊറർ BL എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് നമ്മുടെ പിഡ് ബേബേ കപ്പിൾസിൻ്റെ ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് രാത്രി ടൈമാണ്. ഇപ്പോൾ ഏതോ ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട്. ആ ഒരു സ്ത്രീയാണെങ്കിൽ അവരുടെ അമ്മയുടെ അടുത്തേക്ക് ഈ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ത്രീയാണെങ്കിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഒരു സന്യാസിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാൾക്ക് ഈ ഒരു കുഞ്ഞിനെ നോക്കാനായിട്ട് ഏൽപ്പിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ നന്നായിട്ട് നോക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ത്രീ പോയി കഴിയുമ്പോൾ ഈ സന്യാസി ഈ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ അടുത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഒരുപാട് കഷ്ടതയിലൂടെ പോകാനായിട്ട് പോവാണ്, പക്ഷെ നീ അതെല്ലാം മറികടക്കണം. നീ കേൾക്കാൻ പാടില്ലാത്തേക്ക് കേൾക്കും, കാണാൻ പാടില്ലാത്തേക്ക് കാണും, നീ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം, നിന്നെ ഞാൻ തുപ്പെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു പേരാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേസമയം ഇയാളിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാളുള്ള ആ ഒരു റൂമിൻ്റെ പുറത്തുള്ള ജനലിൽ കൂടെ ഒരു പ്രേതം ഇവരെ തന്നെ നോക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് 25 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കാര്യമാണ്. ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ഷോപ്പിംഗ് മാളിൽ 7 ആൾക്കാരും മരിച്ച നിലയിൽ ഇങ്ങനെ കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരെല്ലാവരും തന്നെ ആ ഒരു ക്രൈം സീനിലേക്ക് എത്തുന്നുണ്ട്. പുതിയതായിട്ട് ആ ഒരു സ്റ്റേഷനിൽ ചാർജ് എടുത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടുള്ള സിൻഹയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിൻഹയാണ് ഈ സീരീസിലെ ഒരു ഹീറോ. സിൻഹ വന്നോടനെ തന്നെ അവനെ ഫസ്റ്റ് അവിടെയുള്ള മറ്റ് പോലീസുകാർക്ക് മനസ്സിലാവുന്നില്ല, കാരണം അവൻ അന്നാണ് ചാർജ് എടുത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. 1-2 പോലീസുകാർക്ക് മാത്രമേ അവനെ അറിയത്തുള്ളൂ. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട്, സാർ നിങ്ങൾ ആരാണ്, ഔട്ട്സൈഡേഴ്സിന് ഇവിടെ അലൗഡ് അല്ല, നിങ്ങൾ അവിടെ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മെക്കെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോലീസുകാരൻ വന്നിട്ട്, ഇതാണ് പുതുതായിട്ട് ചാർജ് എടുത്ത സിൻഹ എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്ന് പറയുന്നുണ്ട്, നമുക്ക് സിൻഹേനെ ഷോർട്ടായിട്ട് സിംഗ് എന്നങ്ങ് വിളിക്കാം. അങ്ങനെ സിംഗിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. സിംഗ് ആ സമയം സെയിറെടുത്തും ഡറിൻ്റെ അടുത്തും അങ്ങോട്ടേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സെയും ഡറിനും ഫോറൻസിക് ഫിസീഷ്യൻസ് ആണ്. ഇതേ ടൈമിന് അവരെ കാണിക്കുമ്പോൾ അവർ ഈ ഒരു ക്രൈം സീനിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവിടെ എത്തുന്ന ടൈമിന് ഡറിൻ്റെ കോളർ നേരേക്ക് കൊടുക്കാനായിട്ട് സേ ആണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം ഡറിൻ പറയുന്നുണ്ട്, ഇത് വർക്ക് പ്ലേസ് ആണ്, നമ്മൾ ഇത്രയും ക്ലോസ് ആവാൻ പാടില്ലെന്ന്. ആ ടൈമിന് അതിന് ഞാൻ വേറെ ഒന്നുമായിട്ട് ക്ലോസ് ആയതല്ലോ, നമ്മൾ വർക്ക് ചെയ്യുന്നവരെന്ന രീതിയിലാണ് ഞാൻ ക്ലോസ് ആയത്, പിന്നെ ഞാൻ എൻ്റെ ബോസാണ്, മറക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ടിട്ട് രണ്ടുപേരുടെ ഇടയിൽ എന്തോ ഉള്ളതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. വീണ്ടും സിങ്ങിനെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു ക്രൈം സീൻ മൊത്തം നന്നായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പോലീസുകാരെല്ലാവരും തന്നെ അവിടെ ഓരോ ചെറിയ ചെറിയ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നുണ്ട്. ഇതേസമയം സെയും ഡെറിനും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരും വന്നിട്ട് ആ ഒരു ബോഡി എല്ലാം നോക്കുന്നുണ്ട്. ഡെറിനാണെങ്കിൽ സെയിലെടുത്ത് വെറുതെ ആവശ്യമില്ലാത്ത ഓരോ സ്ഥലത്ത് തുടരുത്, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ആയേക്കാന്നിങ്ങനെ പറയുന്നുണ്ട്. അവന് ചെറുതായിട്ട് അന്ധവിശ്വാസമൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. അവരങ്ങനെ അതും നോക്കി സംസാരിക്കുമ്പോഴത്തേക്കും മെക്ക് എന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരൻ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മെക്കിനെ ഓൾറെഡി ഇവർക്ക് അറിയാം. അപ്പോൾ മെക്കിനോട് ചോദിക്കുന്നുണ്ട്, നീയാണ് ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. മെക്കപ്പോൾ അല്ലല്ല, പുതിയതായിട്ട് ജോയിൻ ചെയ്ത് ഇൻസ്പെക്ടറാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സിംഗ് ഇവരുടെ അടുത്തേക്ക് വരാണ്. സിംഗ് ആണെന്ന് മനസ്സിലാകുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാവാണ്, കാരണം സിംഗിന് ഓൾറെഡി തന്നെ ഡെറിനും സേയ്ക്കും അറിയാം. അപ്പം അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ, നീയായിരുന്നു, നീ തിരിച്ചു വന്നതെന്നൊക്കെ ഇനി ഇവർ സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, 2 വർഷത്തിന് ശേഷം നീ തിരിച്ചു വന്നേക്കുന്നത്, വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചിങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് സെയും ഡെറിനും കൂടെ ആയിട്ട് ഓരോരോ ബോഡി പരിശോധിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ബോഡീനെ എല്ലാത്തിനെയും തന്നെ ആ മരത്തിൽ കെട്ടിത്തോക്കിയിട്ടിരുന്നതെന്ന് മാറ്റിയിട്ട് തറയിലേക്ക് കൊണ്ട് കിടത്തുന്നുണ്ട്. അങ്ങനെ ഓരോരോ ബോഡി അന്വേഷിക്കുന്ന ടൈമിന് അതിൽ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. ഓരോ ബോഡിയിലെ മുറിവുകളും അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് സിംഗ് വന്നിട്ട്, എനിക്കറിയാം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടെല്ലാവരും ടൈം എടുക്കുമെന്ന്, എന്നാലും നിങ്ങളാണെങ്കിൽ ഇപ്പം അന്വേഷിച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട്, ഇതിലിപ്പോൾ നമ്മൾ ഈ നോക്കുന്ന ഈ ഒരു പെൺകുട്ടി മരിച്ചിട്ട് 2 ദിവസത്തിൽ കൂടുതലായിട്ടില്ല, പക്ഷെ ബാക്കിയുള്ള ബോഡീസ് എല്ലാം തന്നെ മരിച്ചിട്ട് 5 ദിവസം അതിലും കൂടുതലായിട്ടുണ്ട്. പിന്നെ എല്ലാവരും മരിച്ചിരിക്കുന്ന ഒരേ രീതിയിലല്ല, മുറിവുകൾ ഒരുപോലെയല്ല, ബലം പിടിച്ചതിൻ്റെ വലിയ പാടുകളും കാണാനില്ല. പിന്നെ കണ്ടിട്ട് ഇവിടെ വെച്ചാണ് ഇവരെ കൊന്നേന്ന് തോന്നില്ല, അവരെ മറ്റെവിടെയോ കൊന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കെട്ടി തൂക്കിയതുപോലെയാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ബാക്കി എന്തുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടവും പിന്നെ ലാബിലെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. ആ സമയം ഡാരൻ പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയില്ലേ, എനിക്ക് തോന്നുന്നത് ഇതെല്ലാം പ്രേതങ്ങൾ ചെയ്തതെന്നാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരാൾ കൊല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിംഗ്, നീ മിണ്ടാതിരിക്കുക ഡാരൻ, അങ്ങനെയൊന്നുമില്ല, പ്രേതങ്ങൾ എന്താ കൊന്നിട്ട് ഇതുപോലെ മരത്തിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുകയാണോ ചെയ്യുന്നത്, ഇത് ഉറപ്പായിട്ടൊരു മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് സിംഗ് ആണെങ്കിൽ ആ ഒരു ഷോപ്പിംഗ് മോൾ മൊത്തം അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവനങ്ങനെ തൊട്ട് മുകളിലത്തെ നിലയിൽ കയറിപ്പോകുന്ന ടൈമിന് അവൻ്റെ പുറകിൽ കൂടെ ഒരാളിങ്ങനെ ഓടുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അവനും പെട്ടെന്ന് അങ്ങനെ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു പയ്യനാണെങ്കിൽ അവിടെ കിടന്ന് ഇങ്ങനെ ആരോ അവനിങ്ങനെ പിടിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പോലെ കാണിക്കുന്നതായിട്ട് സിംഗ് ശ്രദ്ധിക്കുന്നുണ്ട്. സിംഗ് അങ്ങനെ തോക്കും കൊണ്ട് ആ ഒരു പയ്യൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു പയ്യൻ്റെ കയ്യിൽ ആയുധമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് സിംഗ് അവൻ്റെ തോക്ക് മാറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു പയ്യനാണെങ്കിൽ എന്തിൻ്റെ പിടിയിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്ന പോലെ തന്നെ കാണിക്കുകയാണ്. എന്നാൽ ആ ഒരു പയ്യനെ ഒന്നും പിടിച്ചു വയ്ക്കുന്നതായിട്ട്
നമ്മൾ കാണുന്നില്ല. ആ ഒരു ടൈമിന് ആ ഒരു പയ്യൻ ആ ഒരു പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. നീങ്ങി പോകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ആ ഒരു എൻഡിലേക്ക് എത്താണ്, അതായത് താഴേക്ക് വീഴുന്നുള്ള കണക്കിന്. അവനങ്ങനെ വീണ് പോകുമെന്ന് കരുതിയിട്ട് സിംഗ് ഓടിച്ചെന്ന് ഇവനെ പിടിക്കുന്നുണ്ട്. പിടിച്ച് അങ്ങോട്ടേക്ക് മാറ്റി കിടത്താണ്. എന്നിട്ട് ഈ ഒരു പയ്യൻ്റെ അടുത്ത് നീ ആരാ, നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പോയോ എന്ന് ഈ ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട്. സിംഗ് അപ്പോൾ നീ എന്താ ഡ്രഗ്സ് യൂസ് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ പയ്യൻ്റെ അടുത്ത് നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ പയ്യൻ കറക്റ്റായിട്ട് മറുപടി കൊടുക്കുന്നില്ല. അങ്ങനെ സിംഗ് ഈ ഒരു പയ്യൻ ഒരുപക്ഷെ ആ ഒരു കൊലപാതകത്തിൻ്റെ സസ്പെക്റ്റ് ആയിരിക്കും എന്ന് കരുതിയിട്ട് അവനെ കൊണ്ട് മറ്റുള്ള അടുത്തേക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. ആ സമയം മെക്ക് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു പയ്യനെ മെക്കിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ പയ്യനാണെങ്കിൽ താനൊന്നും ചെയ്തിട്ടില്ല, താനല്ല ആ ഒരു കൊലയാളി എന്നൊക്കെ പറയുന്നുണ്ട്. സിംഗപ്പോൾ ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചപ്പോൾ നീ നേരെ എനിക്ക് മറുപടിയൊന്നും തന്നിട്ടില്ല, പിന്നെ അതിൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് എടുക്കണം, എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നീ ആണോ അല്ലേന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ, എന്തായാലും നീ കോപ്പറേറ്റ് ചെയ്തേ പറ്റുള്ളൂ, നീ എന്ത് മറുപടി പറഞ്ഞാലും അതെല്ലാം തന്നെ കേസിനെ ബാധിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ പയ്യൻ ആ സമയം ഇത് ഞാനല്ല ചെയ്തത്, പ്രേതമാണ് ചെയ്തത്, ഞാനൊരു പ്രേതത്തിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീയാണോ കൊന്നത് അല്ലയോ എന്ന് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം, ഇപ്പം എന്തായാലും ഇവനെ കൊണ്ടുപോകുന്ന മെക്കിനോട് പറയുന്നുണ്ട്. പിന്നീട് സിംഗ് ആണെങ്കിൽ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു പയ്യനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൊണ്ടുവരുന്നതിന് മുന്നേ ആ ഒരു പയ്യനെ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വരുന്ന വരെ നീ ഇവിടെ തന്നെ ഇരുന്നോണം എന്ന് ആ പയ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനെ ആ റൂമിലാക്കിയിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു ഹാൻഡ് കഫൊക്കെ മാറ്റിയിട്ട് പോകാനേ നിൽക്കുകയാണ്. ആ ഒരു പയ്യന് ആ റൂമിൽ എന്തോ ഉള്ളതുപോലെ തോന്നിയിട്ട് എനിക്ക് മറ്റൊരു റൂം തരാമോ, എനിക്ക് ഇത് വേണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സെല്ലിൽ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒന്നും പറ്റത്തില്ല, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ ആ റൂമിലാക്കിയിട്ട് ഇവരങ്ങ് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകുന്ന ടൈമിന് മെക്കാണെങ്കിൽ സിംഗിനോട് പറയുന്നുണ്ട് ആ ഒരു പയ്യനെ കണ്ടിട്ട് കൊലയാളിയാണെന്നൊന്നും തോന്നില്ല, മേ ബി അവൻ വെറുതെ ഇങ്ങനെ ഓരോ പിച്ചുമ്പയൊക്കെ പറയുന്നതായിരിക്കും, പക്ഷെ അവനങ്ങൾ ഒരാളെ കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ സിംഗാണെങ്കിൽ അപ്പം നീ എന്താ ഉദ്ദേശിക്കുന്നത്, അവൻ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെന്നാണോ, അവൻ പ്രേതത്തിനെ കണ്ടു എന്നാണ് പറയുന്നത്, അത് ഞാൻ വിശ്വസിക്കണമെന്ന് ഇങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഇതേസമയം ആ ഒരു പയ്യനെ കാണിക്കുവാണെങ്കിൽ അവനിങ്ങനെ ആ റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ അവനെ തൊട്ടടുത്ത് എന്തോ ഉള്ളതായിട്ട് അവന് തോന്നുന്നുണ്ട്. പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ആത്മാവ് നിൽക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ഒരു പയ്യൻ പെട്ടെന്ന് ആ ഒരു ആത്മാവിൻ്റെ കൺട്രോളിലായിപ്പോയതുപോലെ ആവുന്നുണ്ട്. ആ പയ്യൻ്റെ പാൻറ്റിൻ്റെ ബെൽറ്റ് ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് സ്വയം ഇങ്ങനെ തൂങ്ങി മരിക്കാൻ പോകുന്നത് പോലെ ആവുന്നുണ്ട്. എന്നാൽ അവൻ ആ ഒരു കൺട്രോളിൽ നിന്ന് എങ്ങനെയൊക്കെ പുറത്തു വന്നിട്ട് ഡോറിലേക്ക് ചെന്ന് തട്ടിയിട്ട് ആരെങ്കിലും ഒന്ന് ഡോർ ഓപ്പൺ ചെയ്യണേ, ഇവിടെ ഒരു ആത്മാവുണ്ട് തന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ശബ്ദം കേട്ടിട്ട് സിംഗ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിനക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിൻ്റെ ക്വസ്റ്റ്യനിങ് ഇപ്പം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് മറ്റൊരു റൂമിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഇപ്പം തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേര് തുപ്പെന്നാണ്. ഇപ്പോൾ 25 വയസ്സായി. ഈ ഒരു പയ്യൻ മറ്റാരുമല്ല, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു സന്യാസിയുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള ആ ഒരു സന്യാസി തുപ്പെന്ന് പേരിട്ട അതേ സെയിം പയ്യൻ തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ അവൻ്റെ അടുത്ത് ഓക്കെ നീ എപ്പോൾ തൊട്ടാണ് ഇവിടെ താമസം തുടങ്ങിയ, നിൻ്റെ ഫാമിലി എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈം അവൻ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരു അമ്പലത്തിലാണ് ജനിച്ചു വളർന്നത്, ഏതൊരു സന്യാസിയാണ് നോക്കിയത്, അയാൾ മരിച്ചതിന് ശേഷം സ്വയം ഇങ്ങനെ ജീവിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, അങ്ങനെ ഒരു ജോലി ചെയ്ത് ജീവിക്കാനായി തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇങ്ങപ്പോൾ ശരി നീ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ താനൊരു ഫ്രീലാൻസ് ഇല്ലസ്ട്രേറ്റർ ആണെന്ന് അവൻ പറയുന്നുണ്ട്. ആ ടൈമിന് ഓക്കെ നിൻ്റെ ഈ ഒരു ജോലി വെച്ചിട്ട് നിനക്ക് ഒഴുങ്ങി കിടക്കുന്ന മോളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നീ അവിടെ എന്തിനാ പോയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് തുപ്പ് പറയുന്നുണ്ട് ഞാനിത് പറഞ്ഞാലും സാറിനെ വിശ്വസിക്കാൻ പോകുന്നില്ല, പക്ഷേ ഞാൻ പറയുന്നത് സത്യമാണെന്ന്. ആ ടൈമിൽ സിംഗ് വിശ്വസിക്കണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ ഇപ്പോൾ കാര്യം പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കാര്യം പറയുന്നുണ്ട്. അതായത് കുറച്ച് രാത്രികൾക്ക് മുന്നേ താനൊരു സ്വപ്നം കണ്ടായിരുന്നു. ആ ഒരു സ്വപ്നത്തിൽ ഇതേ ഒരു ഷോപ്പിംഗ് മോൾ, അവിടെ ഭയങ്കരമായിട്ട് എന്തോ നടക്കാൻ പോകുന്ന പോലെയാണ് തനിക്ക് തോന്നിയത്. അതും ആ ഒരു സ്വപ്നം റിയലായിട്ട് തന്നെ തനിക്ക് തോന്നി. അങ്ങനെ താനാണെങ്കിൽ ആ ഒരു ഷോപ്പിംഗ് മോളിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചതാണ്. താനങ്ങനെ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയി. ചെന്നുടനെ തന്നെ താൻ അതിൻ്റെ അകത്തേക്ക് കയറുകയും ചെയ്തു. കയറുമ്പോഴത്തേക്കും കാണുന്നത് സ്വപ്നത്തിലുണ്ടായിരുന്ന പോലെ തന്നെ അതിൻ്റെ നടുക്കാട് ഒരു മരമുള്ളതാണ്. ആ മരത്തിൽ നോക്കിയപ്പോഴത്തേക്കും 7 ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ ശരി നീ ആ ഒരു ഡെഡ് ബോഡീസ് കണ്ടിട്ട് എന്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. അത് മാത്രമല്ല അവിടെ അലങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒത്തിരി ആത്മാക്കളുണ്ട്. ആ ആത്മാക്കളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയത്തായിരുന്നു സാറ് കറക്റ്റ് വന്ന് എന്നെ രക്ഷിച്ചെന്നും പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ ഇവൻ പറയുന്നത് ഒന്നും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീ വെറുതെ ഓരോന്ന് കെട്ട് അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണ്ട, എന്തായാലും നീ കള്ളത്തിനോട് പറയുന്നെങ്കിൽ നീ തന്നെ ഈ കേസിൽ പെടുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് താൻ സത്യമാണ് പറയുന്നത്, കള്ളം പറയുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ ഇവൻ്റെ ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നവരെ അതേ റൂമിൽ തന്നെ തിരിച്ച് കൊണ്ടിട്ടേക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് തുപ്പാണെങ്കിൽ നിങ്ങൾ എന്നെ വേറെ ഏത് റൂമിൽ വേണോ കൊണ്ടിട്ടോ, പക്ഷെ അവിടെ മാത്രം കൊണ്ടിടരുത് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് സിംഗ് കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനെ തുപ്പ് പറയുന്നുണ്ട് ആ റൂമിൻ്റെ അകത്തിരുന്നൊരു വിക്ടിമാണെങ്കിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ റൂമിൻ്റെ അകത്ത് വേറെ ആര് ചെന്നിരുന്നാലും അവരെയൊക്കെ തന്നെ ഇങ്ങനെ തൂങ്ങി മരിക്കാനായിട്ട് ആ ഒരാളുടെ ആത്മാവ് പ്രേരിപ്പിക്കും. അയാളുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ട്, അവിടെ ചെല്ലുന്ന ആരായാലും തൂങ്ങി മരിക്കുമെന്ന് പറയുന്നുണ്ട്. അതേസമയം അവിടെ നിന്നൊരു ഇൻസ്പെക്ടർ ശരിയാണ് അവിടെ വെച്ചൊരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ട്, ആ റൂമിൽ നിന്നവരും തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ തുപ്പ് പറഞ്ഞാൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായിട്ട് അവൻ ആ റൂമിൽ നിർത്താതെ സിംഗിൻ്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ട് നിർത്തുന്നുണ്ട്. അവിടെ പോയിട്ട് മര്യാദയ്ക്ക് നിൽക്കണമെന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. ആ സമയം 48 മണിക്കൂർ കഴിഞ്ഞാൽ തെളിവൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ, പറഞ്ഞു വിടേണ്ടി വരത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്കപ്പോൾ നിയമമൊക്കെ അറിയാമല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ സമയം സിംഗിൻ്റെ അടുത്തേക്ക്
മറ്റൊരു പോലീസുകാരൻ വന്നിട്ട് കമാൻഡർ യൂത്ത് നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ സിംഗ് ആ ഒരാളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഹെഡായിട്ടുള്ള പോലീസുകാരനാണ്. അയാൾ പറയുന്നുണ്ട്, നിനക്ക് തന്നെ അറിയാമല്ലോ, എനിക്ക് മോളിൽ നല്ല പ്രഷറുണ്ട്, എത്രയും പെട്ടെന്ന് ഇനി ഒരു കേസ് സോൾവ് ചെയ്യണം. പിന്നെ ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു പയ്യൻ, ആ പയ്യൻ ശരിക്കുള്ള കില്ലർ ആവാനും ചാൻസ് ഉണ്ട്, അപ്പോൾ അവനെ നന്നായിട്ടൊന്ന് നോക്കണം. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഓണർ ആരാണ്, അവർ ഈ ബിൽഡിംഗ് വെച്ച് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ, നിനക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ കേസിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അത് മാത്രമല്ല, ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതും പെട്ടെന്ന് ചെയ്യണം. ഞാനൊരു സ്പെഷ്യൽ ഫോഴ്സിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടീം ലീഡറായിട്ട് നീ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവനെ പോക്കി സാറെന്നൊക്കെ പറയാണ്. അയാളപ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് മാത്രമല്ല മറ്റ് ഇതും കൂടെ ഉണ്ട്. എങ്ങാനും നിനക്ക് കേസ് ടൈമിങ്ങിന് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ ചിലപ്പോൾ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. അവനപ്പോൾ ഓക്കെ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും എല്ലാ ബോഡിയുടെയും ഓട്ടോപ്സി ചെയ്ത് കഴിഞ്ഞു, എന്നാൽ DNA റിസൾട്ട് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സിംഗിനെ കോൾ ചെയ്ത് പറയുന്നുണ്ട്. അങ്ങനെ സിംഗ് ഉടനെ തന്നെ ആ ഒരു ഫോറൻസിക് ഓഫീസിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് ഈ ഒരു ബോഡീസിനെ എല്ലാം നോക്കുന്നുണ്ട്. ആ ടൈമിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതുപോലെ ഓരോ ബോഡീസും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജസിലും ഓരോ ജെൻഡറിലും ഉള്ളവരാണ്. ഈ ഒരു ബോഡി മാത്രം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളുടെ ബോഡിയാണ്. എല്ലാവരുടെ ബോഡിയിലും അവരുടെ വായും കണ്ണും തുന്നിക്കെട്ടി വെച്ചിട്ടുണ്ട്. അതും ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേക രീതിയിലോ അങ്ങനെ ഒന്നും തന്നെ അല്ല. പിന്നെ എല്ലാവരിലും ആകെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം, എല്ലാവരുടെയും ഒരു ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡ്രഗാണെങ്കിൽ ബ്രെയിനിൻ്റെ ഫംഗ്ഷനും റെസ്പിറേറ്ററിയുടെ ഫംഗ്ഷനും ഒക്കെ തന്നെ നിൽക്കാനായിട്ടുള്ളൊരു തരത്തിലുള്ള ഡ്രഗാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കോമൺ ആയിട്ടുള്ളത് ഈ ഒരു ഡ്രഗ് മാത്രമാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേറൊന്നുമില്ല. ആകെ പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നൊരു കാര്യം, അവരെല്ലാവരും മരിച്ചിരിക്കുന്നത് വേറെ വേറെ സമയത്ത് തന്നെയാണ്. ഓരോരുത്തരും മരിച്ച കറക്റ്റ് ടൈം എന്താണെന്ന് ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഡിഫറൻറ്റ് ടൈമാണ്, 100% ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിംഗ് ആണെങ്കിൽ ഈ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വെച്ചിട്ട് എങ്ങനെയാണോ മരണം നടന്നത് എന്ന് പറയുന്നത് അതുപോലെ ഇങ്ങനെ കില്ലർ ആൾക്കാരെ കൊല്ലുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഈ സെയിൻ്റെ അടുത്തും ഡെറിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, ആ ഒരു സസ്പെക്റ്റ് ആയിട്ട് കിട്ടിയ പയ്യൻ്റെ ബ്ലഡും ഈ ബോഡിയിലെ ബ്ലഡും തമ്മിൽ മാച്ച് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയോന്ന്. ആ ടൈമിന് ചെക്ക് ചെയ്ത് നോക്കി മാച്ച് ആവുന്നില്ല. അത് ആ ഒരു പയ്യൻ്റെ ദേഹം മുറിഞ്ഞിട്ട് അവൻ്റെ ദേഹത്തായ ബ്ലഡാണ്. ഇവരുടെ ബ്ലഡോ ആ ഒരു പയ്യൻ്റെ ബ്ലഡ് ഇവരുടെ ബോഡിയിലോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, യാതൊരു മാച്ചും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് സിംഗ് അവൻ്റെ ഓഫീസിലേക്ക് പോകുമ്പോഴത്തേക്കും തുപ്പാണെങ്കിൽ അവൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ ഉറക്കമായിരുന്നു. അങ്ങനെ സിംഗ് അവനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ആ ഒരു മുറിവിന് മരുന്ന് വെച്ച് കൊടുക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. സിംഗ് അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ തൊട്ടാണ് പ്രേതത്തിനെ കണ്ട് തുടങ്ങിയെന്നൊക്കെ. ആ ടൈമിൽ നിങ്ങൾക്ക് അതിന് പ്രേതത്തിൽ വിശ്വാസമില്ലല്ലോ, ഞാൻ പ്രേതത്തിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടത്തില്ലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് വിശ്വാസമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നീ എനിക്ക് പറഞ്ഞാൽ എപ്പോൾ തൊട്ടാണ് നീ പ്രേതത്തിനെ കണ്ടു തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുമ്പൊന്നും ഞാൻ കാണത്തില്ലായിരുന്നു, എൻ്റെ ഓർമ്മയുള്ള സമയമാണെങ്കിൽ എന്നെ നോക്കിയിരുന്ന ഒരു സന്യാസി മരിച്ചതിന് ശേഷമാണ് ഞാൻ എന്നെ കണ്ടു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ആ സമയം നീ അപ്പോൾ കയ്യിൽ ചരടോ ഒന്നും തന്നെ കെട്ടിയില്ല, സാധാരണ പ്രേതത്തിന് പേടിയുള്ളവർ അങ്ങനെയൊക്കെയല്ലേ ചെയ്യാറെന്ന് പറയുമ്പോഴത്തേക്കും ഞാനതൊക്കെ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും വർക്കാവുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല, എന്തൊക്കെ ചെയ്താലും ആ ഒരു പ്രേതങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ ഒരു സന്യാസി മരിച്ചതിന് ശേഷം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ തുപ്പാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം എന്ത് പറ്റി, ഞാൻ ജസ്റ്റ് കയ്യിൽ മരുന്ന് വെക്കുകയല്ലേ ഉള്ളൂ, നിനക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല അതുകൊണ്ടൊന്നും അല്ല, അത് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടെന്ന് അവൻ പറയാണ്. അങ്ങനെ സിംഗ് അവൻ്റെ ജാക്കറ്റ് തുപ്പിനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സമയം മെക്ക് സിംഗിനെ അങ്ങോട്ടേക്ക് വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി സംസാരിക്കുന്നുണ്ട്. ജസ്റ്റ് അങ്ങനെ വലുതായിട്ടൊന്നും അല്ല, അവനിങ്ങനെ തിരിച്ചു വന്നാൽ നന്നായിട്ടുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അടിപൊളിയാണ്, നീ ഇവിടെ ഉള്ളത് എനിക്കും കുറച്ച് വർക്ക് ഈസിയാക്കി തരുമെന്നൊക്കെ. ആ ഒരു ടൈമിൽ തന്നെ വീണ്ടും തുപ്പിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ സിംഗ് പോയതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു ഓയിൻമെൻ്റ് എല്ലാം തന്നെ ഇടാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് പെട്ടെന്ന് ആ ഒരു റൂമിലെ ലൈറ്റെല്ലാം ബ്ലിങ്ക് ആവാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവിടെ ഏതോ ഒരു ആത്മാവുണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഒരു ആത്മാവിനെ കാണുന്നുണ്ട്. അവൻ വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. അതേസമയം സിംഗും മെക്കും ഇപ്പോഴും പുറത്ത് നിന്ന് സംസാരിക്കുകയാണ്. ആ സമയം സിംഗിൻ്റെ ഫോണിലേക്ക് ഏതോ ഒരു പോലീസുകാരെ വിളിച്ചിട്ട്, സാർ നിങ്ങളുടെ റൂമിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു ബഹളം വരുന്നു, ആ ഒരു പയ്യൻ എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ സിംഗും മെക്കും തിരിച്ച് അങ്ങോട്ടേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയം തന്നെ തുപ്പിനെ കാണിക്കുകയാണെങ്കിൽ പെൺകുട്ടിയുടെ പ്രേതമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടിയുടെ പ്രേതം ഇവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവനൊന്നും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നില്ല, അവൻ്റെ തോളിൽ പത്ത് കൈയൊക്കെ വയ്ക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ അവനിങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ മന്ത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ കറക്റ്റ് അങ്ങോട്ടേക്ക് സിംഗ് വരുന്നുണ്ട്. സിംഗ് വന്നുകൊണ്ട് തന്നെ ആ ഒരു പ്രേതമല്ല അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ തുപ്പാണെങ്കിൽ, സാർ ഇവിടെയും പ്രേതമുണ്ട്, നിങ്ങൾ എന്നോട് നിൽക്കാവോ, നിങ്ങൾ വരുമ്പോഴാണ് ഈ ഒരു പ്രേതമെല്ലാം ഒഴിഞ്ഞു മാറുന്നത്, എൻ്റെ എന്തോ പ്രശ്നമുണ്ട്, ഞാൻ എവിടെ പോയാലും ആത്മാക്കൾ വരുന്നുണ്ടെന്നിങ്ങനെ പറയാണ്. സിംഗ് അപ്പോൾ അതിന് ഞാൻ നിൻ്റെ അവിടെ നിന്നാൽ സോൾവ് ആവുന്ന എന്താ ഉറപ്പ്, ഞാൻ ജസ്റ്റ് ഒരു സാധാരണ മനുഷ്യനല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും തുപ്പാണെങ്കിൽ ശരിയാണ്, നിങ്ങളുടെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് പ്രേതങ്ങൾ ഒഴിഞ്ഞു പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഞാനാണെങ്കിൽ ഈ കേസിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ DNA അല്ല എൻ്റെ തൊള്ളത് എന്നൊക്കെ മനസ്സിലായില്ലേ, അവനെ ഞാനിപ്പോൾ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പോൾ ആ ഒരു ടൈമിന് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് പോലീസുകാരുടെ നിങ്ങളുടെ കടമയല്ലേ, എന്നെ നിങ്ങളോട് നിർത്തണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ മെക്ക് പറയുന്നുണ്ട്, അവൻ പറയുന്നത് ശരിയാണ്, കാരണം ഇപ്പോൾ ആ കേസിൽ അവൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാനായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല, അന്വേഷണം എടുത്ത് വെച്ചിട്ട് ആ റിസൾട്ട് ഇവൻ്റെ മാച്ചും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അന്ന് രാത്രി സിംഗ് ആണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് തുപ്പിനെ കൊണ്ടുവരുന്നുണ്ട്. തുപ്പിൻ്റെ അടുത്ത്, നീ താഴത്തെ നിലയിൽ ഇവിടെ സോഫയിൽ കിടന്നു, മേളിൽ ഒരൊറ്റ റൂമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അവിടെ കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തുപ്പപ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ പോയിട്ട് ഇവന് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സിംഗ് എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ഇവിടെ വെച്ച് സാറെന്ന് വിളിക്കണ്ട, എൻ്റെ പേര് സിൻഹ എന്നാണ്, നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്.
അതും പറഞ്ഞിട്ട് അവനോട് പോയി കുളിക്കാൻ പറയുന്നുണ്ട്. സിങ്ങും അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ ടൈമിൽ അവിടെ എന്തോ ഒരു തരത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിമ ഇരിക്കുന്നത് ഇവൻ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഇവന് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു പ്രതിമ സിങ്ങിൻ്റെ വീട്ടിലുള്ളതുകൊണ്ടാണ് സിങ്ങിൻ്റെ അടുത്തേക്ക് പ്രേതങ്ങളൊന്നും വരാത്തത്. ഇതാണ് തന്നെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ആ ഒരു പ്രതിമേനെ നോക്കി പ്രാർത്ഥിച്ച് പറയുന്നുണ്ട് എന്നെയും ആ ഒരു പ്രേതങ്ങളുടെ അടുത്ത് നിന്ന് ഒന്ന് രക്ഷിക്കണമെന്ന്. അതിനുശേഷം സിങ് കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ തുപ്പാണെങ്കിൽ എന്തെങ്കിലും കണ്ട് പേടിച്ചാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാണെന്ന് എഴുതിയിട്ട് ഇവൻ ഓടിച്ചെന്ന് താഴേക്ക് പോകുന്നുണ്ട്. ആ സമയം തുപ്പ് അവിടെ എന്തോ പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് നീ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം തുപ്പാണെങ്കിൽ അത് പിന്നെ ഞാൻ ജസ്റ്റ് ഫിഷ് ടാങ്കിൻ്റെ ലൈറ്റ് കത്തിക്കാനായിട്ട് പ്ലഗ് കൊടുത്തതാണ്, മൊത്തം കറണ്ടും അങ്ങ് പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം നീ പ്രശ്നം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്, നിൻ്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങാനല്ലേ പറഞ്ഞത്, നീയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു മാറ്റവും വരുത്തണ്ട, മര്യാദയ്ക്ക് ഇരുന്ന് നിന്നാൽ മതി, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ നിന്ന് വാങ്ങിച്ച് കൂട്ടുമെന്ന് പറയുന്നുണ്ട്. തുപ്പാ സമയം ഓക്കെ ഞാൻ മര്യാദയ്ക്ക് ഇരുന്നോളാം, പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പോയി ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമോ നേരെ, നിങ്ങളിങ്ങനെ നിൽക്കല്ലേ എന്ന് പറയുന്നുണ്ട്. സിംഗപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ നിൽക്കും, നീ ഇവിടെ മര്യാദയ്ക്ക് നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തുപ്പ് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എൻ്റെ വീട്ടിൽ ചവിട്ടി പുറത്താക്കാതിരിക്കാനായിട്ട് അറ്റ്ലീസ്റ്റ് ഞാൻ ഇവിടുത്തെ പാത്രം കഴുകുന്ന ജോലി അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും വർക്കെല്ലാം നോക്കാമെന്ന് പറയുന്നുണ്ട്. സിംഗപ്പോൾ നീ ഒന്നും ചെയ്യേണ്ട, ആ വർക്കെല്ലാം ഞാൻ എൻ്റെ വൈഫിന് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നുണ്ട്, നീ എൻ്റെ വൈഫൊന്നും അല്ലല്ലോ, നീ ഇവിടെ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് സിംഗ് തിരിച്ച് അവൻ്റെ റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. തുപ്പാ സമയം പിന്നെ ഞാൻ രാത്രി എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ നിങ്ങളുടെ റൂമിലേക്ക് വന്നോട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സിംഗ് അപ്പോൾ എന്നെ ശല്യം ചെയ്ത് പോരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ തിരിച്ച് കയറി പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അടുത്ത ദിവസം രാവിലെ സിംഗ് ആണെങ്കിൽ ഉറക്കം എഴുന്നേറ്റ് റെഡിയായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴും തുപ്പാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ തുപ്പിനെ ചെന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് തവണ വിളിക്കുമ്പോഴാണ് അവൻ ഉറക്കം എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് തുപ്പിന് ഇവൻ്റെ കുറച്ച് ഡ്രസ്സ് കൊടുത്തിട്ട് നീ ഇത് തൽക്കാലത്തേക്ക് ഇന്ന് തിട്ടോ, നമുക്കാണെങ്കിൽ പുറത്തേക്ക് പോകാൻ ടൈമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തുപ്പപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കാനാണ്, ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം സിംഗ് അവനെ ആദ്യം അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവൻ്റെ ഡ്രസ്സും സംഭവങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാനായിട്ട്. അങ്ങനെ അവനാണെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്യുന്ന ടൈമിൽ സിംഗ് അവൻ വരച്ച കുറേ ഡ്രോയിങ്സും എല്ലാം തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം നോക്കി വരുമ്പോഴത്തേക്കും ഒരു ബുക്കിൻ്റെ അകത്തും അവൻ കുറേ പടം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം സിംഗ് നോക്കുന്ന ടൈമിനാണ് ഇപ്പം മരിച്ച ആ ഒരാൾക്കാരുടെ കണ്ണും വായുമൊക്കെ എങ്ങനെയാണോ ഇങ്ങനെ തുന്നിക്കെട്ടി വെച്ചിരുന്നത് അതുപോലെയുള്ള ഡെഡ് ബോഡീസിൻ്റെ മുഖമുള്ള പടങ്ങളും പിന്നെ അതുപോലെ തന്നെ ആ ഒരു 7 മൃതദേഹങ്ങളും ആ മരത്തിൽ എങ്ങനെയാണ് തൂങ്ങിക്കിടന്നത് അതിൻ്റെ ഓരോ ഡ്രോയിങ്സും എല്ലാം ഇവൻ ചെയ്തു വെച്ചിരിക്കുന്നത് സിംഗ് കാണുന്നത്. അങ്ങനെ അതെല്ലാം കാണുമ്പോൾ സിംഗിന് എന്തൊക്കെയോ സംശയം പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആ ഒരു ഡ്രോയിങ്സ് എല്ലാം തന്നെ സിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം സിംഗ് നേരെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്കും കൂടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ നേരെ ഒരു ക്രൈം സീനിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ആത്മാക്കൾ ഇങ്ങനെ അലകി തിരികെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുപ്പി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മളെന്തിനും ഇങ്ങോട്ടേക്ക് വന്നത്, ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു എന്ന്. ആ ടൈമിന് ഈ ഒരു കേസിൽ എന്തെങ്കിലും മൂവ് ആവണമെങ്കിൽ ഇതിൻ്റെ ഹെൽപ്പ് വേണം, നീയാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്, ഒരുപക്ഷെ നീ ആയിരിക്കത്തില്ല കില്ലറ്, പക്ഷെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നതും കാര്യങ്ങൾ കണ്ടതും നീ ഒരാൾ മാത്രമാണ്, അപ്പോൾ നടന്ന എന്താണെന്ന് എനിക്ക് വിശദീകരിച്ച് കാണിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. തുപ്പപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു തരാം, പക്ഷേ ഇവിടെ ഒരുപാട് പ്രേതങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ അതിനൊന്നും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ടൈമിൽ ഞാൻ നിങ്ങളൊന്ന് പിടിച്ചുകൊണ്ട് ഇന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ജാക്കറ്റിൽ ചെറുതായിട്ട് പിടിച്ചുകൊണ്ട് ഇന്നുകൊണ്ട് നടന്ന കാര്യങ്ങളും താൻ കണ്ടത് എന്താണെന്നും തുപ്പ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുപ്പ് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ ഒരു മരം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മരം നോക്കുന്ന ടൈമിന് അതിൻ്റെ താഴെയായിട്ട് കത്തിച്ച കുറേ മെഴുകുതിരിയും കുറേ പൂമാലയും സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് കുറേ ഡെഡ് ബോഡീസ് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. തിരിഞ്ഞ് നോക്കിയ ടൈമിന് ഒത്തിരി ആത്മാക്കളെ ഞാൻ കണ്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സീൻ നമ്മളെ കാണിക്കുമ്പോഴത്തേക്കും അവൻ്റെ അടുത്തേക്ക് ഒരുപാട് അലങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കൾ ഇങ്ങനെ കൂടി വരുന്നതായിട്ടും അവനിങ്ങനെ പേടിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു സംഭവം അവൻ സിംഗിനോട് പറഞ്ഞില്ല, അവനിങ്ങനെ സ്വയം ഇമാജിൻ ചെയ്യുമായിരുന്നു. അങ്ങനെ സിംഗാണെങ്കിൽ നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും തുപ്പാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് മുമ്പ് ഒരു ശവകുടീരം ആയിരുന്നതാണ്, കാരണം ഇവിടെ ഒത്തിരി ആത്മാക്കൾ ഇങ്ങനെ അലങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സംശയം നടന്ന ഒരു കൊല അതാണെങ്കിൽ ഈ ആത്മാക്കളെ കൊണ്ട് ഒരു ജോലി ചെയ്യിപ്പിക്കാനായിട്ട് നടത്തുന്ന റിച്വലാണെന്നാണ്. അതായത് ചില ആൾക്കാർ ഇതിനേക്ക് ഈ ഒരു ബ്ലാക്ക് മാജിക് അങ്ങനെയൊക്കെ പറയും. ഈ ഒരു ഒരുപാട് ആത്മാക്കളുള്ളതുകൊണ്ട് തന്നെ അവരെ സഹായം തേടിയിട്ട് അവരെ കൊണ്ട് ആൾക്കാർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആത്മാക്കളെ അവരുടെ വരുതിക്ക് കൊണ്ടുവരണമെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കുറേ ശരീരങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെ റിച്വൽ നടത്താനായിട്ട് ഏതോ കുറേ ആൾക്കാർ ഒരുപാട് പേരെ കൊന്നിട്ട് ആ ഒരു ആൾക്കാരുടെ എല്ലാത്തിനെയും ആ ഒരു പ്രേതങ്ങൾക്ക് സമർപ്പിച്ചു എന്നാണ്. കാരണം എന്നാലേ ആ ഒരു പ്രേതങ്ങൾ ഇവരുടെ വരുതിക്ക് വന്നിട്ട് ഇവർക്ക് വേണ്ട ചെയ്ത് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. സിംഗ് ആ ടൈമിന് ഇവൻ പറഞ്ഞെന്ന് മൊത്തത്തിൽ വിശ്വസിച്ചൊന്നും തോന്നുന്നില്ല, എന്നാൽ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞൊന്നും തോന്നുന്നില്ല. അതേസമയം തന്നെ സിംഗിന് മെക്ക് കോൾ ചെയ്തിട്ട് സിംഗ് ഒരു കാര്യമുണ്ട് നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ആ ഒരു സ്റ്റേഷനിൽ എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആണെങ്കിൽ മീഡിയയൊക്കെ വന്നിട്ട് ഒരു പ്രസ് കോൺഫറൻസ് നടക്കുമായിരുന്നു. മീഡിയ ചോദിക്കുന്നുണ്ട് ഈ ഒരു കേസ് ലീഡ് ചെയ്യുന്ന ആരാണെന്ന്. ആ ടൈമിൽ കമാൻഡർ യൂത്ത് ആണെങ്കിൽ നമ്മുടെ സിംഗ് ആണ് ലീഡ്
ലീഡ് ചെയ്യുന്നത്. എന്നാൽ സിങ്ങിനെ വിളിക്കുന്നതിന് പകരം കിങ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇൻസ്പെക്ടർ ഉണ്ട്. അയാളെ വിളിച്ചിട്ട് ഈ ഒരു ഇൻസ്പെക്ടറിൻ്റെ പേര് കിങ് എന്നാണ്, ഇയാളാണ് ഈ ഒരു കേസ് ലീഡ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇയാളിങ്ങനെ ഇൻവൈറ്റ് ചെയ്തിങ്ങനെ വിളിക്കുന്ന ടൈമിന് തന്നെ കറക്റ്റ് സിങ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിങ് ഈ ഒരു പയ്യനെ കാണുന്നതും അവനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഒരു പയ്യനും സിങ്ങിനെ തിരിച്ച് നോക്കുന്നുണ്ട്. അതും നോർമലായിട്ടല്ല, മനസ്സിൽ എന്തോ ഉണ്ട് അതും വച്ചോട്ട് ഇങ്ങനെ നോക്കുന്ന പോലെയാണ് രണ്ടുപേരും പരസ്പരം നോക്കുന്നത്. അവരങ്ങനെ നോക്കുന്നതും നമ്മുടെ തുപ്പ് ശ്രദ്ധിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ എൻ്റെ ആകുന്നത്. സോ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരെ ബൈ.